അയ്യോ വിനി, പുറത്താണെങ്കിൽ വാഴപ്പണം, ഇപ്പുറത്ത് കുളം, നീന്താനും അറിഞ്ഞൂടല്ല പുള്ളി. എങ്കിലും പറഞ്ഞൊപ്പിക്കാം. ആ വിനിയോണ്ണ, എവിടാ എൻ്റെ പൈസ? ആ ഞാൻ അങ്ങോട്ട് വരെ ഇരിക്കുകയായിരുന്നു അമ്മ. ഓ തന്നെ, നീ ഇരുന്നോണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. എൻ്റെ പൈസ എവിടാ? അണ്ണാ, ഈ മാസത്തെ പലിശയും കഴിഞ്ഞ മാസത്തെ പലിശയും രണ്ട് ഞാൻ നാളാണ് വീട്ടിൽ കൊണ്ടുവരുന്നത്. ഓ, നീ തരും? തരും. നീ ഞൊട്ടും. 3-4 കൊല്ലത്തെ പലിശ ഉണ്ട്. എൻ്റെ കുടുംബം പറ്റാൻ പോലും തകയില്ല. നീ പലിശ നീ വിട്, എനിക്ക് മുതൽ എനിക്ക് ഇപ്പം കിട്ടണം. എൻ്റെ പൊന്നണ്ണ, നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് വന്ന് മുതൽ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്നുണ്ടാക്കി തരാം? പിന്നെ ഞാൻ പതുക്കെ പറയടാ, എൻ്റെ മുതലും പലിശയും എനിക്ക് ഇപ്പം കിട്ടണം. തടാ. എൻ്റെ പൊന്നണ്ണ, കയ്യിൽ 10 പൈസ ഉള്ള സമയത്ത് നിങ്ങൾ ഇങ്ങനെ കയറി വന്നിട്ട് പൈസ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എടുത്തിട്ട് തരും? ഇല്ലടാ, ഞാൻ കബഡി നോക്കാം നിന്റെ പൈസ ഉണ്ടോ ഇല്ലെന്ന്. എനക്ക് ആ ശുഭമായിട്ട് വെള്ളം അടിച്ച് കളങ്ങാൻ പൈസ ഉണ്ടല്ലോടാ. അണ്ണാ, നിങ്ങൾ വേണ്ടത് ഞാൻ പറയില്ല. ഞാനാണ് കണ്ടിട്ട് തന്നെ വർഷങ്ങൾ കുറയായി. ഏത് വർഷങ്ങൾക്ക് ശേഷോടാ? വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം. എനിക്കൊരു വിനീതിന്റെ കാര്യം കേൾക്കണ്ട, നീ പൈസ എടുക്കും. വന്ന് ചാടിക്കൊടുത്തും പോയി ഇതൊന്ന് എങ്ങനെ ഒഴിപ്പിച്ച് വിടും? എന്ത്? ഹലോ ഡോക്ടറാ? എപ്പോ? അയ്യോ 2 ലക്ഷമോ? ഞാൻ പെട്ടെന്ന് വരാം. ഓ അയ്യോ, ഡേയ് എന്തിന്റെ കാര്യമാണ്? കുഞ്ഞുണ്ണ, എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറാണ് വിളിച്ചത്. അമ്മക്ക് എന്താടാ? അമ്മമ്മയ്ക്ക് കണ്ണിൽ വലിയൊരു കുരു. അത് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അമ്മമ്മ പെട്ടെന്ന് തട്ടിപ്പോകുന്നു. അതൊക്കെ നോക്കി ശരിയാക്കടാ. എങ്ങനെ ചെയ്യുമെന്നാ? 2 ലക്ഷം രൂപ ആവുന്നു. ഞാൻ എങ്ങനെ ഒപ്പിക്കും? നീ കരയാ, നമുക്ക് വഴി ഉണ്ടാക്കാം. ഈ പാവപ്പെട്ട ഞാൻ എവിടുന്ന് 2 ലക്ഷം ഉണ്ടാക്കുമെന്നാ? നീ കയറ്, വണ്ടി കയറ്, ഞാൻ ഹോസ്പിറ്റലാക്കാം. അയ്യോ വേണ്ടണ്ട, ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടണം. ഞാൻ നടന്നു പോവാം. ഡേയ് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. വേണ്ടണ്ട, ഞാൻ നടന്നു പോവാം. ഡേയ്, ഓ മയിര് തൂക്കി. വാടാ ഇവിടെ. എന്തെണ്ണ? തൽക്കാലം നീ ഇവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അയ്യോ വേണ്ടായിരുന്നു. കൊണ്ടുപോന്ന്. ശരിയെന്നാ, താങ്ക്സ്. ഇതിനെ വിറ്റ് 1 ആഴ്ച വെള്ളം അടിക്കാം. ഷിബുവേ ഞാൻ വരുന്നെടാ.